turns you on, guys. It has a different meaning. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് വളരെ പ്യൂർ ലവിന്റെ കാര്യമാണ്. എങ്ങനത്തെ ബോയ് ഫ്രണ്ട് ആണ് മാത്യു? അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ലാത്തോണ്ട് അറിയില്ല. ഇപ്പോഴും സിംഗിൾ ആണോ? മെച്ചുവേർഡ് ആയിട്ട് ആ ഒരു ഡിസിഷൻ ഈ ഒരു ടൈമിൽ തന്നെ എടുത്തു. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അങ്ങനെയൊന്നുമില്ല, കിട്ടാത്തോണ്ടായിരിക്കാം. കിട്ടുന്നില്ല അങ്ങനെ പച്ചക്കളം പറയണോ? ചെറുതാകുമ്പോ മുതലേ ഉള്ള ക്രഷ് ആയിരുന്നു ദുൽഖർ സൽമാൻ. അതെ, ബെഡ്റൂമിൽ പോസ്റ്റർ ഒട്ടിച്ച ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക. മെത്തേഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ അങ്ങനെ ആളായി തീരെ അങ്ങനെയൊന്നും അല്ല. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോരോ മെത്തേഡുകൾ ടു ഡു ദാറ്റ് ക്യാരക്ടർ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ഈ മെത്തേഡ് ആക്ടിങ്ങിനെ പറ്റി. ഫാമിലി ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മളത് അവര് എപ്പോഴും ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പക്ഷെ അത് ഭയങ്കര അതെ 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 എക്സാക്ട്ലി. ആക്ച്വലി എന്റെ മനസ്സിലൊരു പാസിംഗ് തോട്ട്, ഞാൻ ഇപ്പൊ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ റിയാക്ട് ചെയ്യാന്നുള്ളത്. അത് പ്രോബ്ലമാറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര വിഷമമുള്ളൊരു സംഭവമാണ്. ഡെഫിനറ്റ്ലി അതെ, ഇപ്പൊ പറഞ്ഞ പോലെ അതെ അതെ FDFS ഇല്ല, അല്ലെങ്കിൽ സെലിബ്രേഷൻ മിസ് ചെയ്യൂലോ. കുംബ്ലങ്കിയിലേക്ക് ഓഡിഷന് പോവാൻ ഒരു റീസൺ ഉണ്ടായില്ല. അല്ല, ഞാൻ അത് ചുമ്മാ സ്കൂളിൽ നടന്നപ്പോ ചുമ്മാ പോയത്. അതെന്തോ ആ മൊമെന്റിൽ പോവാൻ തോന്നി, അങ്ങനെ പോയി. ആരെങ്കിലും പുഷ് ചെയ്തായിരുന്നു നീ ഒന്ന് പോയി നോക്കടാ? ഇല്ല, ചുമ്മാ ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ എപ്പോഴും അഭിനയത്തിനോടൊരു ഇഷ്ടം എപ്പോഴും ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. അത് ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നടന്നു എന്നുള്ളതിന് നമ്മൾ ഡൗൺ ഒക്കെ ഇട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കംഫർട്ട്. അമ്മയും നമ്മൾ തമ്മിലുള്ള കണക്ഷനെക്കാട്ടും വലുതായിട്ടൊന്നും വേറൊന്നും. ഹായ് ഓൾ, വെൽക്കം ടു ബീഫുൾ ബ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 13 നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സുഖമാണോ സുഖമാണ് എന്ന മൂവിയുടെ ക്രൂ ആണ്. And it's none other than Matthew and Devika. Welcome to the show. Thank you. നമുക്ക് ഫസ്റ്റ് ആ മൂവി ടൈറ്റിലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സുഖമാണോ സുഖമാണ്. നിങ്ങളിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ട് തഴമ്പിച്ചിരിക്കുന്നു. എന്നാലും അത് ചോദിക്കാണ്, സുഖാണോ? ഒരു പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. ഹെക്ടിക് ആണ് സ്കെഡ്യൂൾ ഒക്കെ. ഇപ്പൊ ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ എല്ലാം മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ഒരു ഇതുണ്ട്. ഇപ്പം നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ പോലും ഇപ്പൊ സുഖമാണോ എന്നൊരു ക്വസ്റ്റ്യൻ കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ? നമ്മള് ഇപ്പൊ എനിക്കൊക്കെ എപ്പോഴെങ്കിലും നമ്മള് സുഖാണെന്നുള്ള അങ്ങനെയല്ല, പക്ഷെ ആ ഒരു മീനിങ്ങിൽ ആരെങ്കിലും നമ്മൾ ഡൗൺ ഒക്കെ ഇട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കംഫർട്ട് കിട്ടും. എസ്പെഷ്യലി നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് കിട്ടും. ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്, എന്തെങ്കിലുമൊക്കെ പറ്റിയ ആൾക്കാരുണ്ട് കൂടെ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു ഇതാ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ താങ്ക്ഫുള്ളി അങ്ങനത്തെ സിറ്റുവേഷൻ ആരും ഉണ്ടാവാത്ത സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഫാമിലി എങ്കിലും ഉണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റെ അമ്മേനെ വിളിക്കുക എന്നുള്ളൊരു ധൈര്യം ഉള്ളത്, ഐ ഫീൽ ലൈക്ക് ആ ഒരു കാര്യം മനസ്സിലുള്ളത് എപ്പോഴും ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ആണത്. അമ്മയാണ് സ്ട്രോങ്ങസ്റ്റ് പില്ലർ. അമ്മയാണ് ബേസിക്കലി അമ്മയാണ്. അതും കുറേ റോളർ കോസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരുന്നു അമ്മയുടെ അടുത്തും. എന്ന് പറഞ്ഞാൽ ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഇൻടോളറബിൾ ആവുമല്ലോ എന്തായാലും. ഞാൻ ഭയങ്കര ഇൻടോളറബിൾ ആയിരുന്നു ആ സമയത്ത്. അപ്പം കുറച്ച് സാറായി. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മയും നമ്മൾ തമ്മിലുള്ള കണക്ഷനെക്കാട്ടും വലുതായിട്ടൊന്നും വേറൊന്നും ചോദിക്കാനും ഇല്ല, തരാനും ഇല്ല ഒന്നിനും എന്നുള്ളത് കാര്യം. അപ്പം അമ്മയാണ് ഗോ ടു പേഴ്സൺ ഫോർ എവറിഥിങ്. അതുപോലെ തന്നെ ദർ ആർ ഫ്രണ്ട്സ് ഓൾസോ ഹൂ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവരും ഒരിക്കലും അങ്ങനെ ഒറ്റയ്ക്കായി എന്നുള്ള ഫീലിംഗ് വരുത്താതിരിക്കാൻ വേണ്ടി അവരുണ്ടാവാറുണ്ട്. അതെ. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ടൈറ്റിൽ വായിച്ചിട്ട് ട്രെയിലർ കാണുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നല്ലാതെ അങ്ങനെ ഭയങ്കര ഒരു റിലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്തിയത്? ബേസിക്കലി ഷൂട്ടിന്റെ സമയത്തൊന്നും ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഒരു ആപ്പ് ടൈറ്റിൽ എന്നൊക്കെ ഉള്ള രീതിയിൽ.
ഷൂട്ടെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എഡിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അവർക്കൊരു ഒരു സാധനത്തിട്ട് അവരും എത്തിയത്. ബേസിക്കലി എന്താണെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, ദേവിക ചെയ്യുന്ന ക്യാരക്ടർ, ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ ലൈഫൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം ആരോടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആരും ഇല്ല. ബേസിക്കലി അവരവരുടെ ജീവിതത്തിൽ അവർ ഭയങ്കര ഒറ്റപ്പെട്ടും പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടും ചുറ്റും എന്താ പറയുക അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ ആരും ഇല്ലാണ്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ ആൾക്കാരുണ്ടാവുകയും സുഖമാണെന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിൽ. എങ്ങനെയാണ് ഇവർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഈ മൂന്ന് പേരെങ്ങനെ അവരവരുടെ ലൈഫിൽ മീറ്റ് ചെയ്യുന്നതും അവർക്ക് തമ്മിലൊരു കണക്ഷൻ തന്നെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു സെക്കൻഡ് ഹാഫ് തന്നെ. അപ്പം അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് സുഖമാണോ എന്ന് ചോദിക്കാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് സെക്കൻഡ് ഹാഫ് ഇട്ട് സുഖമാണെന്ന് പറയാനുള്ള ഒരു അവസ്ഥയിട്ട് എത്തുന്ന ഒരു ജേണി എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം അങ്ങനെയാണ് ഡയറക്ടർ അതിനെ കൺസീവ് ചെയ്തേക്കുന്നത്. അപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിലിട്ട് എത്തിയേക്കുന്നത്. അതേപോലെ തന്നെ ഡയറക്ടർ ചെയ്തു വെക്കുന്നത് ട്രെയിലറിൽ ഇങ്ങനെയാണ്, ഒരു ബോയ് ഫ്രണ്ട്, എന്ത് ബോയ് ഫ്രണ്ട് ആണ് എന്നുള്ളൊരു രീതിയിലാണ്. ശരിക്കും റിയൽ ലൈഫിലേക്ക് വരുമ്പോ എങ്ങനത്തെ ബോയ് ഫ്രണ്ട് ആണ് മാത്യു? അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ലാത്തോണ്ട് അറിയില്ല. ഇപ്പോഴും സിംഗിൾ ആണോ? ജീവിതത്തിൽ ഇതുവരെ ഇല്ല. വാട്ട് അബൌട്ട് ദേവിക? സിംഗിൾ ആണ്. ഇപ്പൊ സിംഗിൾ ആണ്. മുന്നേ okay, what turns on you on a guy? What turns you on a guy? I think that's it has a different meaning. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് വളരെ പ്യൂർ ലവിന്റെ കാര്യം. ഞാൻ നിഷ്കളങ്കമായ ഒരു കുട്ടി ആയതുകൊണ്ട് എനിക്ക് പ്രൈമറിലി ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെയാണ് എനിക്കിഷ്ടം. അത് സ്മാർട്ട് ഇൻ ദ സെൻസ് കുറച്ച് എന്താ നോട്ട് പ്രിറ്റൻഷ്യസ്, എല്ലാ കാര്യത്തിനെ പറ്റിയും നല്ല ബോധമുള്ള ആൾക്കാരെ, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. ലെവൽ ഹെഡഡ് മോർ ദൻ എനിത്തിങ്. പക്ഷെ അതുപോലെ തന്നെ ഒരു ക്രാക്ക് ഹെഡ് എനർജി വേണം ആ ഒരു സിറ്റുവേഷനിലാവുമ്പോൾ. അല്ലെങ്കിൽ മോസ്റ്റ്ലി കാം ലെവൽ ഹെഡഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. വാട്ട് അബൌട്ട് മാത്യു? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല അല്ല അങ്ങനെയല്ല, നോക്കാം. അല്ല, ഒരു സങ്കല്പം ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു കുട്ടി? അങ്ങനത്തെ സങ്കല്പങ്ങളൊന്നും ഇല്ല. വരുന്നിടത്ത് വെച്ച് കാണാം. കഴിക്കണം ആഗ്രഹമുണ്ടോ? ഇല്ല, അത് എങ്ങനെയാ അല്ല അതെങ്ങനെയാ ഓരോ നടക്കട്ടെ, സംഭവിക്കട്ടെ. ഒരു ഹിന്റ് മതി. അല്ല അങ്ങനെയൊന്നുമില്ല. എല്ലാ ഗേൾ ഫാൻസിനും ചാൻസ് ഉണ്ട്. അല്ല അങ്ങനെ ഞാൻ അധികം ചിന്തിക്കാത്തൊരു വിഷയം ആയതുകൊണ്ട് ഇതിനെപ്പറ്റി ഇതുവരെ ചിന്തിച്ചില്ല. അല്ല അങ്ങനെ എന്താ പറയാ, സംഭവിക്കട്ടെ എന്നുള്ളൊരു ഇതില. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അപ്പൊ അത് വരുന്നിടത്ത് വെച്ച് അതിനെ അത് എൻജോയ് ആയിട്ട് ആ ഒരു ഡിസിഷൻ ഈ ഒരു ടൈമിൽ തന്നെ എടുത്തു. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അങ്ങനെയൊന്നുമില്ല, കിട്ടാത്തോണ്ടായിരിക്കും കിട്ടുന്നില്ല. അങ്ങനെ പച്ചക്കളം പറയണോ? ഡിസിഷൻ ഇട്ടെത്തണ്ട വന്നേ. അല്ല, കൂടുതലും ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് അല്ല അങ്ങനെ ഇൻട്രാക്ഷൻ, അങ്ങനത്തെ ആൾക്കാർ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറവ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്പേസോ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവട്ടെ, ഉറപ്പായിട്ടും. അതെ, അടുത്ത് തന്നെ ഉണ്ടാവട്ടെ. ഓക്കെ, ഇപ്പം നമ്മൾ ആ മൂവിയിൽ നേരത്തെ പറഞ്ഞ പോലെ ജഗദീഷ് ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ആക്ടറിന്റെ ഒപ്പമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയിക്കാൻ പറ്റിയത്. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ഹിം? കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ജേഷൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, ഭയങ്കര പങ്ക്ച്വൽ, എപ്പോഴും ഓൺ ടൈം സെറ്റിൽ വരിക. എന്താ പറയാ, അല്ലല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ഭയങ്കര പങ്ക്ച്വൽ. ഒരു മിനിറ്റോ 2 മിനിറ്റോ പോലും വൈകുന്നില്ല എന്നുള്ളതാണ്. ഇച്ചിരി നേരത്തെ എത്തിയാലേ ഉള്ളൂ. അത് ഈ പടത്തിൽ മാത്രമല്ല, എനിക്കൊന്ന് ജേഷൻ തുടങ്ങിയ സമയം മുതലേ
അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതും ഷൂട്ടിന് തന്നെ കാര്യത്തിന് മാത്രമല്ല, ജനറലി എല്ലാത്തിനും എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഒരു പങ്ക്ച്വാലിറ്റിയും ഡിസിപ്ലിനും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻസ്പയറിങ് ആണ്. എന്നുവെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ജേഷന് ഇത്രയും ഏജ് ആയല്ലോ, അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഏജിൻ്റേതായിട്ടുള്ള ജേഷൻ ഭയങ്കര ഫിറ്റാണ്, എപ്പോഴും എക്സസൈസ് റൊട്ടീൻ എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ ജേഷന് ഇന്ന് ഞാൻ കുറച്ച് വൈകി വരട്ടെ എന്നൊക്കെ പറയാനുള്ള ഓപ്പർച്യൂണിറ്റിയും സ്പേസും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല, അറ്റ് ദിസ് സ്റ്റേജ് ഓൾസോ ഭയങ്കര സ്ട്രോങ്ങർ ദാൻ എവർ ആണ്. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ മടിയൊക്കെ പിടിച്ചിരിക്കുമായിരിക്കും. അല്ല, അത് ഓൾമോസ്റ്റ് എല്ലാ സീനിയർ ആക്ടേഴ്സും ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം വിജയരാഘവൻ സാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ മമ്മൂക്കയൊക്കെ ആയാലും. അപ്പം ഇവരൊക്കെ ഭയങ്കര ഡിസിപ്ലിനും ഭയങ്കര പങ്ക്ച്വാലിറ്റി ഒക്കെ ഉള്ളവരാണ്. അപ്പം അത് ഭയങ്കര രസമാണ് കാണാൻ. പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഐ ഓൾസോ അഗ്രി. വേറൊരു കാര്യം സാറിന് എന്താന്ന് വെച്ചാൽ, സാർ ഭയങ്കര ക്യൂരിയസ് ആ എല്ലാ കാര്യത്തിനെയും പറ്റി. എല്ലാ കാര്യം എന്താണെങ്കിലും അതേപോലെ തന്നെ നോളജബിളാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ദ വെരി ഐഡിയ ഓഫ് ബീങ് ക്യൂരിയസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിനെ പറ്റിയും മനസ്സിലാക്കാനുള്ളൊരു ഇഷ്ടമുള്ള പോലത്തെ ഒരാളാണ് തോന്നുന്നു സാറ്. അപ്പം ഇങ്ങനെ എന്തിനെ പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ ആ ഒരു ഭയങ്കര ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി അത്. നമുക്ക് എന്ത് കാര്യത്തിനും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എടുക്കാൻ പറ്റുന്ന ഒരാൾ. അതും അത് ആക്ച്വലി ഐ ലുക്ക് അപ്പ് ടു പീപ്പിൾ ലൈക്ക് ദാറ്റ്. നമുക്ക് എന്നും പറഞ്ഞു തരാൻ അറിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് സംസാരിക്കാനും ഇഷ്ടം. നമ്മൾ ഒരുപാട് പഠിക്കും അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ. അതും പറഞ്ഞ പോലെ തന്നെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എൻ്റർടൈനറാണ്. ഭയങ്കര എൻ്റർടൈനർ എന്ന് പറഞ്ഞാൽ ഇമോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഭയങ്കര ഇങ്ങനെ നോക്കിയിരുന്നു പോകും സാർ ചെയ്യുന്നതും കാണിക്കുന്നതൊക്കെ. അത് ഫുൾ ഇനാക്ടിങ് ആണ്. ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ആക്ഷൻ വേണമെങ്കിൽ സാറിന് ഒരു മടിയില്ല, ആ നിമിഷം തന്നെ എണീറ്റ് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജി ഇല്ലേ, അതും ഭയങ്കര ഭയങ്കര ആ എനർജി നമുക്ക് എല്ലാവരും കുറച്ചും കൂടെ ഓൺ ആക്കണേ എനിക്ക് തോന്നുന്നു ജഗദീഷ് സാറിന്റെ തന്നെ എനർജി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു മൂവിയിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു മൂവി സെലക്ട് ചെയ്യാനുണ്ടായ 2 റീസൺ എന്തായിരുന്നു? എൻ്റെ ഒരു ഡയറക്ടർ അരുൺ ചേട്ടൻ്റെ എൻ്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്, നവനീത് എന്ന് പറഞ്ഞത്. നവനീതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു സബ്ജക്റ്റ് അരുൺ ചേട്ടൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് കേട്ടു നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അരുൺ ചേട്ടൻ വന്ന് എനിക്കൊരു ഫുൾ നറേഷൻ തരുന്ന സ്ക്രിപ്റ്റിനെ പറ്റി. എന്നെ സംബന്ധിച്ചോളം പ്രൈമറിലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ കഥ കേൾക്കുമ്പോൾ ഈ 3 ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടൊരു കണക്റ്റ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ ചെയ്ത ക്യാരക്ടർ തിയോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. തിയോവിൻ്റെ ഒരു ജേണി ഭയങ്കര രസമുള്ളതാണ്. എന്ന് വെച്ചാൽ കുഞ്ഞിലെ മുതൽ അവൻ്റേതായിട്ടുള്ള കാരണങ്ങളല്ലാണ്ട് തന്നെ അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ്. അപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു ഗ്രാൻഡ് ഫാദർ മാത്രം. ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി. അപ്പോൾ ഇവനൊരു വീട്ടിൽ ഒറ്റയ്ക്ക് എന്താ പറയുക, അവനൊരു ജോലിയുണ്ട്, വേറെ ആരും ഇല്ല ഇവൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇവൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊരു ബീച്ചുണ്ട്, അപ്പോൾ ബീച്ചിലൊക്കെ പോയി നോക്കുമ്പോൾ ഇവൻ കാണുന്നത് ഒരു ഫാമിലി അവരുടെ മക്കളും എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു കഫേ പോകുമ്പോൾ ഒരു കപ്പിൾസ് ഇരുന്ന് അവരുടെ മൊമെന്റ് സ്പെൻഡ് ചെയ്യുന്ന കാണുന്നു. അപ്പോൾ ഇവൻ ആലോചിക്കണം ഇവൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ സന്തോഷങ്ങളില്ല, അല്ലെങ്കിൽ ഇവനൊരു വിഷമം പറയാനോ അല്ലെങ്കിൽ ഇവൻ്റെ എന്തെങ്കിലും ചെറിയ സന്തോഷം ഷെയർ ചെയ്യാനൊന്നും ആരും ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇവൻ ശരിക്കുള്ള കണക്ഷൻസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇവൻ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള ആ ഒരു ജേണി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. എസ്പെഷ്യലി ഞാനിങ്ങനെ എനിക്കെന്താ ഭയങ്കര വിഷമം വന്നു. കാരണം ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ പറഞ്ഞ പോലെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഭയങ്കര ഒരു വലിയ ഭാഗ്യമാണത്. നമ്മൾ ചിലപ്പോൾ നമുക്കുള്ളതുകൊണ്ട് നമ്മളതിനെ കാഷ്വലാക്കിയൊക്കെ ട്രീറ്റ് ചെയ്യുമായിരിക്കും, കുഴപ്പമില്ല. ഇപ്പോൾ ഫാമിലി ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മളത് അവർ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പക്ഷെ അത് ഭയങ്കര അതെ എക്സാക്ട്ലി. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെ ആരും ഇല്ലാത്ത ഒരാളുടെ ഒരു ഇമോഷൻ എന്തായിരിക്കുന്നു, അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു കണക്ഷനും ചെറിയൊരു ഇമോഷനും ഒക്കെ ആ ക്യാരക്ടറിനോടൊക്കെ തോന്നി. അപ്പം എന്നെ സംബന്ധിച്ചോളം അതാണ് ഏറ്റവും വലിയ കാരണം ഈ സിനിമ ചെയ്യാൻ. പ്രൈമറിലി കഥ അരുൺ ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇൻട്രീഗ്ഡ് ആയി. ഇതിൻ്റെ ഫ്ലോ എന്താണെന്നുള്ളതും ഇവർ ഇൻഡിവിജ്വലി ഉള്ള പ്രോബ്ലംസും അതിവരെങ്ങനെ അതിൽ നിന്നൊരു അതെങ്ങനെ അവർ നാവിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ കുറച്ചൊരു ഫാൻറ്റസി എലിമെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടമാണ് കുറച്ച് അൺകൺവെൻഷനലായി കഥ പറഞ്ഞു പോകുന്നത്. അറ്റ് ദ കോർ ഭയങ്കര സാധാരണ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങളാണ്. പക്ഷെ അത് പറയുമ്പോൾ ഇത്തിരി ഒരു പിക്സി ഡസ്റ്റ് പോലെ കുറച്ചൊരു ഫാൻറ്റസി എലിമെൻ്റ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ
ചെയ്ത കഥകളൊക്കെ കാണാൻ പുറത്തൊക്കെ ഇംഗ്ലീഷിലൊക്കെ അങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ അങ്ങനത്തെ അതൊരു ഭയങ്കര ഇൻട്രീഗിങ് കാര്യമായിരുന്നു ഇൻ ഇറ്റ് സെൽഫ്. അപ്പം ആ ഒരു ടച്ചുള്ളൊരു പടം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞപ്പോൾ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഓക്കെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇപ്പം ജഗദീഷ് ചേട്ടൻ്റെ ഒപ്പം ഈ ഒരു മൂവിയിൽ അഭിനയിച്ച പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും 2 മൂവീസിലാണെങ്കിലും പാഫയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെ ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പ്രകാശം ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ചെറുതാണല്ലോ. അപ്പോൾ ഫുൾ സെറ്റിൽ തന്നെ എവറിബഡി ട്രീറ്റഡ് മീ ലൈക്ക് എ ചൈൽഡ്. അപ്പോൾ ഇറ്റ് വാസ് വെരി നൈസ്. ഐ വാസ് വെരി പാമ്പേർഡ്. സ്കൂളിലൊക്കെ പോയി നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന്, അല്ല ഐ മീൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സിലൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അതിൽ നിന്നൊക്കെ മാറി ഒരു സെറ്റിൽ വരിക ആ ഏജിൽ, അതും എനിക്ക് ഭയങ്കര മാജിക്കലായിരുന്നു ആ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ I think I consider it one of my greatest blessings. ഇപ്പം ഫഹദ് ഫാസിലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്, ആ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളിലൊന്ന്. അതും ശരിക്കും ഒരു ആക്ടിങ് മാസ്റ്റർ ക്ലാസ് പോലെയാണ് കൂടെ വർക്ക് ചെയ്യുമ്പം തന്നെ. ഒരു സീനിലൊക്കെ ഇരിക്കുമ്പം ഹിസ് പ്യൂപ്പിൾസ് വർ ഡൈലേറ്റിങ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഇറ്റ് ഈസ് നോട്ട് ഈവൻ ചോദിച്ചില്ല ഓൺ കമാൻഡ്. അത് നമുക്ക് ഇൻവോളണ്ടറി അല്ലേ ആക്ഷൻ. അപ്പം അഭിനയിക്കാനൊക്കെ മറന്നു വെച്ചായിരിക്കും നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട്. ഇറ്റ് വാസ് വെരി സർറിയൽ. ഇറ്റ് വാസ് സോ നൈസ്. വെരി ഗ്രേറ്റ്ഫുൾ. ടച്ച് വുഡ്. എനിക്കും അല്ല പറഞ്ഞ പോലെ ഫസ്റ്റ് ഫിലിം തന്നെ അത്രയും എന്താ പറയുക, അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ക്രൂവും അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കാസ്റ്റിനൊക്കെ ഒപ്പം ചെയ്യാൻ പറ്റിയത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. അപ്പം സൗബിക്കുണ്ട്, ഷെയ്ൻ, ബാസി, പിന്നെ ബിഹൈൻഡ് ദ ക്യാമറ ഷജുക്ക, ശ്യാമേട്ടൻ, മധുവേട്ടൻ, പോത്തണ്ണൻ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര രസമുള്ളൊരു ക്രൂ ആയിരുന്നു. അപ്പം ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര എന്താ പറയുക, ഒരു സെറ്റിൽ ആദ്യമായിട്ടാണെങ്കിൽ പോലും അറിയാവുന്ന ആൾക്കാരെ ചുറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ഉണ്ടായിരുന്നില്ല. അതെ അതെ, എനിക്ക് എല്ലാവരെയും അറിയായിരുന്നു അപ്പോഴത്തേക്കും. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഫതുക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് അധികം കോമ്പിനേഷൻസ് ഇല്ല, പക്ഷെ ഫതുക്കയുടെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര രസമാണ്. പറഞ്ഞ പോലെ ഇക്കടെ ഒരു പ്രോസസ്സൊക്കെ കാണാനും എങ്ങനെയാ ഓരോ ഇതിനെ ചെയ്യുന്നതും ഇമോട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണാൻ. അപ്പം പിന്നെ മൊത്തത്തിൽ അവരെല്ലാവരും ഭയങ്കര രസമാണ് വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ കാണാൻ. അപ്പോൾ അതിൽ ഒരു മടിയില്ലാണ്ട് പുതിയതായിട്ട് തന്നെ എന്നെയും അതിൽ ഇൻവോൾവ് ആയി ചെയ്യിപ്പിക്കുക. നസ്രി ചേച്ചി വരും ഇടയ്ക്ക്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. പ്രൊഡ്യൂസറാണല്ലോ, അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. ചേച്ചി വരും ഭയങ്കര രസം. എല്ലാവരും ഇങ്ങനെ ചിരിപ്പിച്ചും ഇതിലൊക്കെ പറഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഉറപ്പായിട്ടും. അതുകൊണ്ട് ഉറപ്പിച്ചു സിനിമയിലേക്ക് തന്നെയാണ്. അല്ലല്ല, എനിക്ക് തോന്നുന്ന ഈ അവരുടെ ഒരു വർക്കിംഗ് പ്രോസസ്സ് ഭയങ്കര രസമായിരുന്നു. എനിക്കത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടോ അല്ലെങ്കിൽ സിനിമയായിട്ടോ അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം അങ്ങനൊരു അത്രയും നല്ല ആൾക്കാരുടെ ഒപ്പം ആദ്യം സിനിമ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും എനിക്കും ആ ഒരു ഇഷ്ടം അതിനോട് തോന്നുകയും അത് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരാനുള്ള മെയിൻ റീസൺ അതായിരിക്കണം. ഇപ്പോൾ സുഖമാണ് എന്ന മൂവിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ട്രെയിലറിൽ നോക്കുമ്പോൾ എനിക്ക് റിയൽ ലൈഫിൽ ഒരു മരണ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതേപോലെ ഇപ്പം ലൈഫിൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരൊക്കെ വിഷമിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായി ചെറുതല്ല, കുറച്ച് നാളായി എന്തായാലും. ഞാൻ മരിച്ചു പോയിട്ട് എൻ്റെ എല്ലാവരും വീട്ടിലേക്കൊക്കെ എല്ലാവരും വരുമോ എന്നെ കാണാൻ വേണ്ടി. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. ഇത് ആക്ച്വലി എൻ്റെ മനസ്സിലൊരു പാസിങ് തോട്ടാണ്. ഞാനിപ്പോൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ റിയാക്ട് ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ. ആരൊക്കെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അവർ എങ്ങനെയായിരിക്കും അവർ പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അത് പ്രോബ്ലമാറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇടയ്ക്കൊന്നും ചിന്തിക്കുന്നത് പ്രോബ്ലമാറ്റിക് അല്ല. പക്ഷേ ഇല്ലില്ല, എപ്പോഴൊന്നുമില്ല. ഒരിക്കൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങനെ, ഞാൻ മരിച്ചു പോയിട്ട് എല്ലാവരും കാണാൻ വരുന്ന പോലെ. എന്താല്ലേ, അയ്യോ. ഇപ്പൊ മാത്യുവിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വിജയ് സാറിന്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ വിജയ് സാർ മൂവീസ് നിർത്തി ആ ഒരു നിലപാടിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണും? ഭയങ്കര വിഷമമുള്ളൊരു സംഭവമാണ് ഡെഫിനറ്റ്ലി. അതെ, ഇപ്പൊ പറഞ്ഞ പോലെ അതെ FDFS ഇല്ല, അല്ലെങ്കിൽ സെലിബ്രേഷൻ മിസ് ചെയ്യുമല്ലോ. റിലീസുകളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ആശ്വാസമാണ്. പക്ഷെ എന്നാലും ഒരു സെലിബ്രേഷൻ, ഒരു പുതിയ പടം സാറിൻ്റെ ഇറങ്ങുക, അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സും ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു സെലിബ്രേഷൻസും ഒക്കെ മിസ് ചെയ്യും ഡെഫിനറ്റ്ലി. എന്താ പറയുക, ഓഡിയോ ലോഞ്ചുകളില്ല, സ്പീച്ചുകളില്ല സാറിൻ്റെ, അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റർ കാര്യത്തിന് വേണ്ടിയാണ് അത്രയും ഈ പറഞ്ഞ പോലെ ഭയങ്കര പീക്ക് ഓഫ് ദ കരിയറാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അത് സാറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവും അത്രയും ഭയങ്കര ഗ്രേറ്റർ ആയിട്ടുള്ളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത്രയും ഇഷ്ടമുള്ളൊരു സാധനം വിട്ട് നിന്ന് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഒപ്പം നിൽക്കുക ഇനി മുതൽ എന്ന് തീരുമാനിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, ഇനിയിപ്പം മാത്യു ഏതൊരു ഏജിലാണ് ആക്ടിങ്ങിലേക്ക് കടന്നത്? ആക്ടിങ് എനിക്ക് വേണം, എനിക്ക് ഇഷ്ടമുണ്ട് ആക്ടിങ്ങിനോട്, ആ ഒരു കഴിവ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഷൂട്ടൊക്കെ നടക്കുമ്പോഴാണ്, കുമ്പളങ്ങിയുടെ ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ ഈ കുമ്പളങ്ങിക്ക് തുടങ്ങി ഷൂട്ടിന് മുമ്പ് ഞാൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ കുമ്പളങ്ങിയിലേക്ക് ഓഡിഷന് പോവാൻ ഒരു റീസൺ ഉണ്ടായില്ല? അല്ല, ഞാൻ അത് ചുമ്മാ സ്കൂളിൽ നടന്നപ്പോ ചുമ്മാ അങ്ങ് പോയത്. അതെന്തോ ആ മൊമെന്റിൽ പോവാൻ തോന്നി, അങ്ങനെ പോയി. ആരെങ്കിലും പുഷ് ചെയ്തായിരുന്നു നീ ഒന്ന് പോയി നോക്കടാ? ഇല്ല, ചുമ്മാ ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ചുമ്മാ അങ്ങനെ ചുമ്മാ ചെയ്തതാ. അങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങനെ സിനിമ ജനറലി അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ കോമേഴ്സ് എടുക്കണം എന്നായിരുന്നു 10th ഓഡിഷൻ നടന്നു. 10th കഴിഞ്ഞിട്ട് കോമേഴ്സ് എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതാവണം എന്നുള്ള അല്ല. ചെറുപ്പത്തിലുണ്ടായിരുന്നു കേട്ടോ, പോലീസ് ആവണം, ഡോക്ടർ ആവണം, പൈലറ്റ് ആവണം, എല്ലാവർക്കും ഉള്ള പോലെ കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് ഒന്നിനോട് ഇല്ല, അങ്ങനെ ഇല്ല. ചെറിയ 7th 8th ഒക്കെ വരെ ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ വന്നു പോവായിരുന്നു. 10th ഒക്കെ ആയപ്പോൾ കൊമേഴ്സ് എടുക്കാം, സയൻസ് എനിക്ക് കുറച്ച് എത്ര സെറ്റ് ആവാത്ത പോലെ തോന്നി. അപ്പോൾ കോമേഴ്സ് എടുക്കാം എന്നൊക്കെ ഉള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോഴാണ് ഈ 10th പഠിക്കുമ്പോൾ ഈ ഓഡിഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എന്താ ഇപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കത് അങ്ങനെ അത്ര മനസ്സിലാവുന്നില്ല. പക്ഷെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു മാജിക്കും നമുക്ക് അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ റിയലൈസ് ചെയ്തു. അപ്പോൾ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അറിയില്ലല്ലോ നമുക്ക് അങ്ങനെ ഇനി സിനിമകൾ വരുമോ ഇല്ലയോ എന്ന്. പക്ഷെ രസമാണ്. ഇപ്പൊ നിലവിൽ എന്താണ് ആ സ്വപ്നം? ഇപ്പൊ തന്നെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടും. അതെ. ഓക്കെ, വാട്ട് അബൌട്ട് യു? എങ്ങനെയാണ് ആക്ടിങ്ങിലേക്ക് എത്തിയത്? എനിക്ക് തോന്നുന്നു എനിക്ക് ചെറുതാകുമ്പോഴേ ഇഷ്ടമായിരുന്നു അഭിനയിക്കാനും. ഇങ്ങനെ നമ്മൾ ചെറുതാകുമ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ ഓരോന്നൊക്കെ ചെയ്തു നോക്കൂലായിരുന്നു. അതൊക്കെ എനിക്ക് ചെറുതാകുമ്പോഴേ ഉണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ പ്രിറ്റൻഡ് ചെയ്യുക കണ്ണാടിൻ്റെ മുമ്പിൽ. അപ്പോൾ അഭിനയിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഈ സിനിമയൊക്കെ കണ്ട് വളരുന്ന ഒരു സിറ്റുവേഷൻ കൂടി ആയതുകൊണ്ട് ഭയങ്കര ഒരു ഫാസിനേഷൻ ഉണ്ടായി അതിനോട്. ആ ഒരു ആർട്ടിനോടും ആ ഒരു മീഡിയത്തിനോടും ഒരു ഭയങ്കര ഫാസിനേഷൻ ഉണ്ടായി. അപ്പം ഞാൻ എന്നാൽ കഴിയുന്ന പോലെയൊക്കെ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വഴിയില്ലെങ്കിൽ ഞാൻ തന്നെ എഴുതി ഡയറക്റ്റ് ഒക്കെ ചെയ്ത് പ്ലേസ് ഒക്കെ ഇതൊക്കെ ചെറുതാവും. ഒരു 7th 8th 9th 10th 9th വരെയൊക്കെ അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ടീച്ചറാണ് വിളിക്കുന്നത്, എൻ്റെ ഫ്രണ്ടിനെ, ഋതു എന്ന് പറയുന്ന ഫ്രണ്ടിനെ, ഞാൻ പ്രകാശിന് വേണ്ടി. അപ്പോൾ അവൾ പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ല. രേണുക മാം ഋതുവിനെ വിളിക്കുമ്പോൾ ഋതു പറഞ്ഞു ഇല്ല എനിക്ക് താല്പര്യമില്ല. പക്ഷെ ദേവിക ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു നടക്കാറുണ്ട്, അവൾക്ക് ഇഷ്ടമുണ്ടോ തോന്നുന്നു. അങ്ങനെയാണ് രേണുക മാം എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ പോവാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നു ഇഷ്ടം, എപ്പോഴും അഭിനയത്തിനോടൊരു ഇഷ്ടം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്രയും വേഗം അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. അത് ഭയങ്കര മാജിക്കലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് നടന്നു എന്നുള്ളതിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. ഓക്കെ, അപ്പം ഇനി ഒരു ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്പെസിഫിക്കലി ഒരു ക്യാരക്ടർ ഒന്നുമില്ല. കുറേ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് വേഴ്സറ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിന്റെ റോള് കിട്ടിയ അങ്ങനെയൊന്നുമില്ല? ഇല്ല, അങ്ങനെ സ്പെസിഫിക്കലി ഇന്ന ആഗ്രഹം ഒന്നുമില്ല. എല്ലാം ചെയ്യണം എന്നാണ് ആഗ്രഹം. എല്ലാ എക്സ്പീരിയൻസ്. അതെ, ഏറ്റവും ഒരു ആക്ടർ ആവുമ്പോൾ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതല്ലേ. ഈ ഒരു ജീവിതത്തിൽ തന്നെ നമുക്ക് കുറേ ജീവിതങ്ങൾ ജീവിക്കാൻ പറ്റും. ഒരു പടത്തിലുള്ള ക്യാരക്ടർ അല്ലല്ലോ വേറൊരു പടത്തിൽ. കുറേ ആൾക്കാരുടെ വോയിസ് ആവാനും ഫേസ് ആവാനും നമുക്ക് പറ്റാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. കുറേ ജീവിതങ്ങൾ ജീവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആക്ടർ ആയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ 10th ഞാൻ പ്രകാശൻ. അത് കഴിഞ്ഞ് 11th 12th ആകുമ്പോഴത്തേക്ക് ഞാൻ ബയോ മാത്സ് ചെയ്തത്. അപ്പോൾ അതെടുത്തത് എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ എന്ത് വേണേൽ എടുക്കാമല്ലോ.
ആ ഒരൊറ്റ കാര്യം കൊണ്ടായിരുന്നു. ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ആ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയും കൂടെ ചെയ്തതോടെ പിന്നെ അഭിനയിച്ചാൽ തന്നെ മതി എന്നുള്ളൊരു തലയിലുണ്ടായി. അപ്പോൾ നമ്മൾ 11th 12th ആകുമ്പോൾ ഒരു കരിയർ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ എഴുതി വെക്കണം. എല്ലാവരുടെയും റോൾ നമ്പറും ഇത്ര % മാർക്ക് നമ്മൾ വാങ്ങും, ഈ ജോബ് ചെയ്യും എന്നുള്ളത് ഇങ്ങനെ ഇതിൽ എഴുതി വെക്കണം. അപ്പോൾ ബയോമാത്സ് ആയതുകൊണ്ട് നമ്മൾ ആ സ്ട്രീം സ്പെസിഫിക് സാധനങ്ങളാണ് മോസ്റ്റ്ലി എല്ലാവരും എഴുതേണ്ടത്. എൻ്റെ കോളം ബ്ലാങ്ക് ആയിരുന്നു, കാരണം എനിക്ക് എഴുതേണ്ടത് ആക്ടർ എന്നാണ്, അത് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയില്ല. അപ്പം ടീച്ചർ ഒന്നും ചോദിച്ചില്ല? അവര് വലിയൊരു ചാർട്ട് പേപ്പറിൽ അതിൽ എനിക്ക് വേറൊന്നും എഴുതാനും കൂടെ എനിക്ക് അങ്ങനെ വേറെ ഒന്നിനോടും അങ്ങനെ ഇത്രയും ഒബ്സസീവ് ആയിട്ടുള്ള ഒരു ഇഷ്ടം എനിക്ക് ഒന്നിനോടും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ വേറൊരു പാരലൽ യൂണിവേഴ്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമായിരിക്കും. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറൊക്കെ ആവാൻ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലോറിസ്റ്റ് ആവാൻ നല്ലതായിരിക്കും. പൂക്കളൊക്കെ വളർത്തി അതൊക്കെ നട്ടുണ്ടാക്കി. ഇപ്പോഴും ഗാർഡനിങ് ഒരു ഹോബിയാണ്? അല്ല, ഗാർഡനിങ് അല്ല, നട്ട് വളർത്തി ഫ്ലോറിസ്റ്റ് ഇങ്ങനെ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ വെട്ടി അറേഞ്ച് ഒക്കെ ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും. ഇതൊക്കെ വേറൊരു യൂണിവേഴ്സിൽ ആണെങ്കിൽ അങ്ങനെ. ഓൾട്ടർനേറ്റ്ലി ഈ ജീവിതത്തിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റിയാൽ മതി എന്നാണ് ആകെ ഒരു പ്രാർത്ഥന. അതെ, എങ്ങാനും ഇത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അതിലേക്ക് പോയി ഇനി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വേറെ എന്ത് ചെയ്യാനും. കാരണം നമുക്ക് അത്ര ആഗ്രഹമുള്ള ഒരു സാധനം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന്റെ ശേഷം വേറെ എന്തെങ്കിലും ചെയ്യുന്നൊരു ബുദ്ധിമുട്ടുള്ള. ഇനി എന്തെങ്കിലും ഇതിന്റെ കൂടെ തന്നെ എനിക്ക് വേറെയും പാഷൻസ് ഡിസ്കവർ ചെയ്യണമെന്നുണ്ട്. കുറേ കാര്യങ്ങളെ പറ്റി പഠിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇഷ്ടമുണ്ട്. ഓക്കെ, ഇനിയിപ്പം മാത്യുവിലെ രണ്ടുപേർക്കും കൂടി ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, സെലിബ്രിറ്റി ക്രഷ് ആണ്? കൊറേ പേരുണ്ട്. കുഴപ്പമില്ല, എനിക്ക് നമ്മുടെ മലയാളി ആക്ടേഴ്സ് മതി. എനിക്ക് അസിനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ അസിന്റെ സിനിമകളും എനിക്ക് ഇപ്പോഴും ഭയങ്കര സിനിമ ചെയ്യുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. ഭയങ്കര രസമായിരുന്നു അസിന്റെ സിനിമകൾ വരുമ്പോഴും. അവന് മലയാളിയാണെന്ന് അറിഞ്ഞപ്പോഴൊക്കെ കൂടുതലും തമിഴ് സിനിമകളാണല്ലോ കാണുന്നത് നമ്മള്. അപ്പൊ അത് എനിക്ക് അസിൻ ഭയങ്കര ഒരു ഇതാണ്. അസിന്ന് പറയാൻ പറ്റുമോ? ഓ, എന്തൊരു ഭംഗിയായിരുന്നല്ലേ കാണാൻ വേണ്ടി. എപ്പോഴും അതെ അതെ അതെ. അല്ല, നമ്മള് പടത്തില് കാണുന്നത് ഭയങ്കര ഭംഗിയായിരുന്നില്ലേ. ചെറുതാകുമ്പോ മുതലേ ഉള്ള ക്രഷ് ആയിരുന്നു ദുൽഖർ സൽമാൻ. അതെ, and he's such a sweetheart. I got to work with him. ഇത്രയും ആക്ച്വലി ഇത്രയും കൈൻഡ് ആയിട്ട് എൻ്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് സോ നൈസ്. ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൾസോ ഹാപ്പൻ. കാരണം ശരിക്കും ലിറ്ററലി എന്തൊരു ഡ്രീം കം ട്രൂ ആണ്. നമ്മൾ ചെറുതാകുമ്പം ബെഡ്റൂമിൽ പോസ്റ്റർ ഒട്ടിച്ച ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു കാര്യത്തിനും. സോ ഓൾവേസ് ആൻഡ് ഫോർ എവർ. നിങ്ങൾ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ള വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ജേർണി ചൈൽഡ്ഹുഡ് തൊട്ട് മൂവീസിലാണ്. അപ്പം ആ ഒരു സിനാരിയോ എങ്ങനെയായിരുന്നു? ആദ്യത്തെ മൂവി ചെയ്ത് നിങ്ങൾ ആ കുറച്ച് പേര് അറിയുന്ന ഒരു ആളായി പിന്നെ സ്കൂളിലേക്ക് ചെല്ലുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ചെറുപ്പം മുതലേ ഒറ്റ സ്കൂളിൽ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഡെഫിനറ്റ്ലി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സിനിമ ഇവിടെ പാട്ടൊക്കെ ആവാൻ പറ്റിയില്ല, അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതർവൈസ് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സെയിം, നമ്മള് ഫ്രണ്ട്സ് നമ്മളെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യൂലല്ലോ. അങ്ങനെ അവര് ഭയങ്കര ക്രിട്ടിക്കലാണ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി. ഇപ്പം എസ്പെഷ്യലി എൻ്റെ അനിയൻ ഭയങ്കര ക്രിട്ടിക്കലാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അയ്യേ എന്തായി കാണിക്കണേ, ആ ഒരു മെന്റാലിറ്റി. അവനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അവന് ഇഷ്ടാവുകയില്ല. അത് ആക്ച്വലി നല്ലതാണ്. എനിക്ക് കുറേ റിയാലിറ്റി ചെക്ക് തരുന്നതൊക്കെ നന്ദുവാണ്. പിന്നെ സ്കൂളും പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കാരണം ലിറ്ററലി 1ാം ക്ലാസ് മുതൽ ഞാൻ ഒരേ സ്കൂളാണ് പഠിച്ചത്, ഒരേ ഫ്രണ്ട്സാണ്, അതിന് മുന്നേ ഉള്ള അതേ ഫ്രണ്ട്സാണ്. അപ്പം അത് അവര് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. ഓക്കെ, ഇപ്പം സിബ്ലിങ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മാത്യുവിന്റെ ജോ ഓർമ്മ. ശരിക്കും സിബ്ലിങ്സ് ഒക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ തന്നെയായി. എന്റെ വീട്ടിലെ കഥയായിരുന്നത്.
എനിക്ക് ചേട്ടനുണ്ട്. ഞാനും ചേട്ടൻ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ അല്ലല്ല ഇപ്പൊ അങ്ങനെയല്ല. ഞങ്ങള് ചെറുപ്പത്തില് ഞാനും ചേട്ടനും ഒരു 7 years ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങള് ഭയങ്കര തല്ലൊക്കെ ആയിരുന്നു. അത്ര ഭീകരമായ തല്ലുണ്ടായിട്ടുണ്ട്. അതിനേക്കാളും ഭീകരമായിട്ടുള്ള തല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചെറുത്. പക്ഷെ അതല്ല ഒരു ഏജ് കഴിഞ്ഞപ്പോ അത് ഡെഫിനറ്റ്ലി നിക്കുമല്ലോ. ഉറപ്പായിട്ടും. നമ്മുടെ ഫാമിലി റിലേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആരായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ്? എല്ലാവരായിട്ടും അങ്ങനെ ഒരു സ്പെഷ്യൽ അങ്ങനെ അല്ല. ഭയങ്കര അല്ല ഡിപ്ലോമാറ്റിക് ആൻസർ. ഞാൻ എൻ്റെ അമ്മ എന്ന് പറയും ആക്ച്വലി. എനിക്ക് അതിൽ ഡിപ്ലോമസി കൂടുതലും ഗേൾസ് അച്ഛനോടാണ് അറ്റാച്ച്ഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ ഫേസസ് ഇൻ ലൈഫ് നമ്മൾ ഓരോരിടത്ത് ഇപ്പം ആ റിലേഷൻഷിപ്സ് നമ്മൾ എത്ര നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തുള്ള റിലേഷൻഷിപ്പും ഓരോ കാലത്ത് ഓരോ രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ അനിയനെ എന്ത് അടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിയൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എവിടെയോ പോയപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് ഒരു കീ ചെയിൻ കൊണ്ടു തന്നു. അതിന് മുകളിൽ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഗിറ്റാറിൻ്റെ ഷേപ്പിലുള്ള. അതെടുത്ത് നന്ദു എറിഞ്ഞു അത് ടെറസിൻ്റെ മുകളിലേക്ക്. അടി എന്നൊക്കെ പറഞ്ഞാൽ അടിയോടടിയായിരുന്നു ചെറുതായപ്പോ അടി. പക്ഷെ ഇപ്പം ഞാൻ നന്ദു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനേ ഇല്ല. കാരണം രണ്ടുപേരും വലുതായില്ല. നമ്മൾ ആക്ച്വലി 3 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ രണ്ടാക്കും പ്രശ്നങ്ങളുള്ളതൊക്കെ ഏതാണ്ട് ഒരേ സെയിം ഏജിലാണ് രണ്ടുപേരും ഒരേ രീതിയിൽ ഇങ്ങനെ പീക്കായി നിൽക്കുക അടിക്കൊക്കെ കറക്റ്റ് സമയമായിട്ട്. അപ്പോൾ ആ ഒരു ഏജിൽ നിന്നുള്ള റിലേഷൻഷിപ്പിന് ആ ഡൈനാമിക് ഒരുപാട് മാറിയല്ലോ ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ നന്ദുവിൻ്റെ അടുത്തും നല്ല ക്ലോസ് ആണ്. എന്തും സംസാരിക്കാൻ വേണ്ടി. പിന്നെ ഒരു പാവാണ് അവൻ, അതുകൊണ്ട് പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ല. പിന്നെ അച്ഛൻ്റെ അടുത്തും അതെ. ഞാൻ ചെറുതാകുമ്പോൾ ഭയങ്കര അച്ഛൻ്റെ മോളായിരുന്നു. ചെറുതായപ്പോൾ ഞാൻ ഭയങ്കര അച്ഛനായിരുന്നു എൻ്റെ എല്ലാം. അപ്പം കുറേ കൂടെ ആ ടീനേജ് സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഇൻടോളറബിൾ ആയി. കാരണം അച്ഛൻ കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു ചെറുതായപ്പോൾ. പിന്നെ നമ്മൾ ആ വില്ലനൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ബോധം വരുമ്പോൾ മനസ്സിലാവും അന്ന് എന്തുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നന്നായിട്ടേ ഉള്ളൂ. എനിക്ക് കിട്ടിയ അടിയൊക്കെ ആക്ച്വലി എനിക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു ചെറുതായപ്പോൾ. അതെ, നല്ലോണം അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഈ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരയ്ക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് എപ്പോഴും ഇല്ല. എൻ്റെ അമ്മയുടെ കാര്യത്തിലൊക്കെ അതെ. അമ്മ പറയുന്നത് അപ്പൊ എന്തിനാ പറഞ്ഞതെന്ന് ഒരു പോയിന്റ് കഴിയുമ്പോഴേ മനസ്സിലായിട്ടില്ലെങ്കിലും അതേപോലെ നമ്മൾ ആ ഡൈനാമിക്കും മാറി ഇപ്പം ഞാൻ ഫുൾ അമ്മയുടെ കുട്ടിയാ. അപ്പം ഇനി ആ ഒരു മകൾ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ജയറാമേട്ടന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും. ജയറാമേട്ടന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജയറാം സാറും പറയുന്ന പോലെ തന്നെ ഭയങ്കര എന്റർടൈനറാണ്. എന്റർടൈൻ ചെയ്യാന്നുള്ളൊരു മോട്ടീവ് കൊണ്ട് വരുമ്പോൾ എല്ലാവരുടെ നമ്മൾ ആ രീതിയിൽ ഒരു എനർജി കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മളെ എനർജി ഭയങ്കര ഓപ്പൺ, ഇൻവൈറ്റിങ്, എൻ്റർടൈനിങ് ആക്കി വെക്കുക. എല്ലാവരുടെ അടുത്തും ആ ഒരു രീതിയിൽ നിൽക്കുക എന്നുള്ളത് അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ജയറാം സാറിൻ്റെ അടുത്ത് നിന്ന് എസ്പെഷ്യലി സാറും ഇങ്ങനെ അത്രയും എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ എനാക്ട് ചെയ്ത് ആ എനർജി ക്യാരി ചെയ്യുക എന്നുള്ളൊരു കാര്യം ഈ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ആ എനർജിയിൽ നിൽക്കണം എന്നുള്ളൊരു കാര്യം അത് ഭയങ്കര ഇൻസ്പയറിംഗ്. ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ഉണ്ട് മകളുടെ സെറ്റിലാണോ? മകളുടെ സെറ്റിൽ ഒരുപാടുണ്ട്. കാരണം സത്യൻ സാർ, അനൂപേട്ടൻ, ജയറാം സാർ, മീര. മെമ്മറബിൾ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷം? ഒരിക്കലും മറക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പടം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവല്ലോ, ആ മൊമെന്റ് ആണ് ഏറ്റവും സങ്കടമുള്ള, ഏറ്റവും മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കാര്യം അതുമായിരിക്കും. കാരണം അത്രയും ദിവസത്തെ കൾമിനേഷനാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത്. അപ്പോൾ ആ എൻഡിൽ നമ്മൾ വരുന്ന സമയത്ത് സത്യൻ സാറിൻ്റെ സെറ്റിൽ ഞാൻ എന്തായാലും കരയും. ഞാൻ പോയിട്ട് വരുന്ന അവസാനത്തെ ദിവസം ഞാൻ കരച്ചിലെന്ന് പറഞ്ഞാൽ ഫുൾ കരച്ചിലായിരിക്കും. അത്രയും നമ്മളൊരു ഫാമിലി പോലെ താമസിച്ച് വരുമ്പോൾ ആ എൻഡത്തെ ഡേ ഭയങ്കര മെമ്മറബിൾ ആണ് യൂഷ്വലി ഓൾവേസ്. അന്ന് ഭയങ്കര ഹെവി ആയിരിക്കും. ആക്ച്വലി മകളുടെ സെറ്റിൽ എൻ്റെ അടുത്ത് പറഞ്ഞില്ല അവർ ലാസ്റ്റ്
ലാസ്റ്റ് ഷോട്ടാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇതാണെന്ന് പറഞ്ഞില്ല. കാരണം പറഞ്ഞ എൻ്റെ മുഖമൊക്കെ മാറും. ഞാൻ പ്രകാശിൽ എനിക്ക് അറിയുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവസാനത്തെ ദിവസം എന്നെ അഭിനയിപ്പിക്കാൻ വേണ്ടി. കാരണം അറിയാതെ തന്നെ ഞാൻ എൻ്റെ പിന്നെ സങ്കടം അഭിനയിക്കേണ്ടതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര സങ്കടമാവും. ആ ഒരു ദിവസം ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറയാത്തത് അനൂപേട്ടൻ കള്ളത്തരം കാണിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇത് അവസാനത്തെ ഷോട്ടാണെന്നൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അന്ന് രാത്രി ഞാൻ കരഞ്ഞു. പക്ഷെ അവരൊക്കെ എന്നെ പുറത്തൊക്കെ കൊണ്ടുപോയി നമ്മള് ഡിന്നറിനൊക്കെ പോയി. സാരില്ല എന്നൊക്കെ പറഞ്ഞു. അതാണ്. അതെനിക്ക് ആക്ച്വലി എക്സാം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ട്ലി പോയത് കോളേജിലേക്കാണ് എക്സാമിന്റെ സമയത്തേക്ക്. നിങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്നത് നെസ്ലിന്റെ കൂടെയാണ് അല്ലെ? വൺ വേർഡില് നെസ്ലിനെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ക്ലോസസ്റ്റ് ഫ്രണ്ട്. ഓക്കെ. ഓൾ ഇൻ ഓൾ എന്റർടൈനർ. ഫുൾ എന്റർടൈനർ ആണ്. ഇല്ല, ജയറാമേട്ടന് എന്റർടൈനർ ആണ്. നെസ്ലിന്റെ വൺ വേർഡിൽ പറയുവാണെങ്കിൽ വേഴ്സറ്റൈൽ മേ ബി. ഇവരൊക്കെ എന്റർടൈനേഴ്സ് ആണ്. അതുകൊണ്ടാണല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അത് ഒരാളില് നമ്മള് എന്റർടൈൻ ചെയ്യാന്നുള്ളൊരു ക്വാളിറ്റി. കാരണം എനിക്ക് തോന്നുന്നില്ല ഞാൻ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല. ഞാനിങ്ങനെ കുറെ പേരെ എനിക്ക് ചിരിപ്പിക്കാനോ അങ്ങനത്തെ കഴിവൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര എൻഗേജിങ് ആയിട്ടൊരു കോൺവെർസേഷൻ വെക്കാനോ. അപ്പൊ അത് ഒരാളിൽ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഒരാൾ കാണുമ്പോൾ അത് നമ്മളത് ഭയങ്കരമായി നോട്ട് ചെയ്ത് വെക്കുമല്ലോ. ആ ഒരു കാര്യം. അപ്പം മാത്യു ഒരുപാട് മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓരോ മൂവീസ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം മതിയാവില്ല. അതുകൊണ്ട് മാത്യുവിന് ഇനി ആ ക്രൂവിനോടൊപ്പം അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്രൂ ഏതായിരിക്കും? കുമ്പളങ്ങി. ആ ഒരു ടൈമിൽ മിസ് ചെയ്യുന്ന കാര്യം എന്താ? എല്ലാം ഷൂട്ട് ഡേയ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു എല്ലാവരുടെ ഒപ്പം. കാരണം മിക്ക സീനുകളിലും എല്ലാവരും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സബിക്ക ഉണ്ടാവും, ബാസി ഉണ്ടാവും, ഷെയ്ൻ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അത്. എന്താ പറയുക, ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ടും പിന്നെ എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചെറിയ എന്താ പറയുക, വന്ന് കയറുന്നു, വീട് വൃത്തിയാക്കുന്നു, അപ്പം അങ്ങനെ ചെറിയ കാര്യങ്ങളായിരുന്നു. അപ്പം ആ സമയം എടുത്തോട്ടെ എന്ന് വിചാരിച്ചാൽ അവരും എനിക്ക് ആ ഒരു ഹാഫ് ഡേയോളം തന്നു അന്ന്. പതുക്കെ ചെയ്താൽ മതി, ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ പാർവതി ചേച്ചി ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, വിജയരാഘവൻ സാറിൻ്റെ ഉണ്ണിമായ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര രസമാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സീനിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ ഷൂട്ട് പോകുന്നത് അറിയുന്നില്ല. ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 41 days ആയി ഷൂട്ട് നടക്കുക. പക്ഷെ പെട്ടെന്ന് പോകുന്നുണ്ട്. 41 ദിവസം പോയതേ അറിഞ്ഞിട്ടില്ല. ഭയങ്കര രസം. ഞങ്ങൾ സെക്കൻഡിന് തുടങ്ങിയത് ജാനുവരി. പെട്ടെന്ന് പോയി. പെട്ടെന്ന് സമയം പോകുന്ന പോലെ ഉണ്ട്. കാരണം ഭയങ്കര രസം, എല്ലാവരുമായിട്ടും ഒരുമിച്ച് അഭിനയിക്കാനും ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാത്യുവിന്റെ ഫസ്റ്റ് പാർട്ട്ണർ ഈ മൂവി ഒരു പാർട്ട്ണർ വന്നത് അനശ്വരാജനായിട്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു. എന്താ പറയാ, മൊത്തത്തിൽ ആ ക്രൂ ഭയങ്കര അടിപൊളി. ഗിരീഷേട്ടൻ്റെ കൂടെ ഒക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. എന്താ ഗിരീഷൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നാൽ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ളൊരു സ്പേസും ഉണ്ടാവും. അപ്പൊ ഈവൻ അൻശ്വരായിട്ട് സീനുകളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആവും. അപ്പൊ നമ്മള് ഗിരീഷേട്ടൻ നമുക്ക് ആ ഒരു സ്പേസും ആ ഒരു കംഫർട്ടും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ സീനുകളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ നെസ്ലിനുണ്ട്, എല്ലാവരും ഉണ്ട് എപ്പോഴും. ഇപ്പൊ എനിക്ക് ഷൂട്ടില്ലെങ്കിൽ ഞാനുണ്ട്, അവർക്ക് ഷൂട്ടിങ്ങിൽ അവർ വന്നിട്ടുണ്ടാവും. അപ്പൊ രസമായിരുന്നു. ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഈ ലൈഫിൽ ജീവിക്കുവാണ്, അഭിനയിക്കല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഡെഫിനറ്റ്ലി അഭിനയിക്കുക എന്നുള്ളത് നമുക്ക് അറിയാം. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അങ്ങനത്തെ ഫാന്റസി വേൾഡിലൊന്നും ജീവിക്കുന്നില്ല. മെത്തേഡ് ആക്ടിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മെത്തേഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ അങ്ങനെ ആളായി തീരെ അങ്ങനെയൊന്നും അല്ല. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോരോ മെത്തേഡുകൾ ടു ഡു ദാറ്റ് ക്യാരക്ടർ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ഈ മെത്തേഡ് ആക്ടിങ്ങിനെ പറ്റി. മെത്തേഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 30 ദിവസം ആളായിട്ട് ജീവിക്കുക അങ്ങനെയല്ല. നമ്മളായിട്ട് തന്നെ ആവൂല എന്തായാലും. എനിക്കറിയില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം ചിലപ്പോ ഈ 30 days അല്ലെങ്കിൽ ഫുൾ ഷൂട്ടിന്റെ പീരീഡ് മൊത്തം ആ ക്യാരക്ടറിനെ പോലെ ആവുമെന്നൊക്കെ.
പക്ഷെ എന്നെ സംബന്ധിച്ചോളം മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓക്കെ കുറെ മെത്തേഡുകൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ആ ക്യാരക്ടറിട്ട് എത്താൻ വേണ്ടിയിട്ട് ആ മെത്തേഡുകൾ ത്രൂ നമ്മൾ ആ ക്യാരക്ടർ ആവുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ആളായി മാറേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ വന്നാലും ഇപ്പൊ ഞാൻ പറയണ നമ്മളെ എന്തുമാത്രം ക്യാരക്ടറായാലും നമ്മൾ കുറേയും കൂടെ ആ പ്രസന്റിൽ നിൽക്കേണ്ട കുറേയും കൂടെ ആവശ്യമുണ്ട്. ഇപ്പൊ ക്യാമറ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇവിടെ നോക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ മാർക്കിൽ വന്ന് നിൽക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കണം അതിന്റെ ഇടയ്ക്ക് ഈ അഭിനയിക്കുന്നതിന്റെ ഒപ്പം തന്നെ. അപ്പൊ നമ്മൾ അത്രയും പ്രസന്റിൽ നിന്നാൽ എല്ലാം കൂടെ നടക്കണം. അതായിട്ട് മാത്രമായാൽ എന്തുമാത്രം പോസിബിൾ ആണെന്നുള്ളത് അറിയില്ല. ഏറ്റവും കൂടുതൽ ഷോട്ട് പോയ ഒരു ടേക്ക് പോയ ഒരു ഷോട്ട് ഏതാ? തെറ്റിപ്പോയി. ഷോർട്ട് പോയ അല്ല, അങ്ങനെ ജനറലി അങ്ങനെ കുറെ പോയിട്ടൊന്നുമില്ല. പല പല കാരണങ്ങളാണ്. ഇപ്പൊ ഞാൻ മാത്രം ആവുന്നില്ല. ഇപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ ശരിയാക്കിയ സെക്കൻഡ് ടേക്കില് ഇപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ തെറ്റിച്ചു, ഞാൻ രണ്ടാമത് ശരിയാക്കുമ്പോഴത്തേക്കും ഫോക്കസ് ഉണ്ടായിട്ടുണ്ടാവില്ല, ചെറിയ പ്രശ്നം, അല്ലെങ്കിൽ മൂവ്മെന്റ് ശരിയായിട്ടുണ്ടാവില്ല, വേറെ എന്തെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പക്ഷെ എനിക്ക് അങ്ങനെ കുറെ പോയിട്ടില്ല, എന്തോ ഭാഗ്യത്തിന്. ഇപ്പൊ ലൈഫിൽ ഇപ്പൊ നമ്മളെല്ലാം സ്കൂൾ ഡേയ്സ് എല്ലാം കഴിഞ്ഞു വന്നതാണല്ലോ. ഇപ്പൊ നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കോപ്പി അടിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും കോപ്പി അടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ? ആരായിരുന്നു പിടിച്ചത്? ആ ഒരു ഇൻസിഡന്റ് ആവുന്നുണ്ടോ? ഏത് പരീക്ഷയ്ക്കായിരുന്നു? സ്കൂളില് ചെറിയ ചെറിയ എക്സാമിലൊക്കെ, മെയിൻ എക്സാമിലൊന്നുമല്ല, മെയിൻ എക്സാമിനൊക്കെ അത്യാവശ്യം പഠിച്ചിട്ട് പോയായിരുന്നു. ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ തന്നെ നടക്കുന്ന ടെസ്റ്റിലൊക്കെ അത്യാവശ്യം കോപ്പിയൊക്കെ അടിച്ചിട്ടുണ്ട്. ടീച്ചർ കാണും, വഴക്ക് പറയും. വഴക്ക് പറയാറേ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യണ്ടേ? അല്ല പുറത്താ അത്രയും പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ അതൊക്കെ നമ്മൾ സ്ട്രാറ്റജിക്കലി ചെയ്യണം. അതെ. ഏതായിരുന്നു സ്കൂള്? ഗ്രിഗോറിയൻ. അവിടെ പഠിക്കാം. ഇല്ലില്ല, അങ്ങനെ അത് അങ്ങനെ ഇതായിട്ടല്ല. നമ്മൾ ക്ലാസ്സിൽ നടക്കുന്ന ചെറിയ ചെറിയ എക്സാമുകളൊക്കെ ഉണ്ടല്ലോ, ക്ലാസ്സിൽ തന്നെ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അല്ല, ടീച്ചർമാർ അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറില്ല. ആ മാർക്ക് നമ്മൾ എടുക്കാറില്ല. ഏതാ? അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് തരില്ലല്ലോ. ഞാനിപ്പോഴും കോളേജിലാണ്, അതുകൊണ്ട് ഞാൻ കോപ്പി അടിച്ചിട്ടേ ഇല്ല. ഞാൻ അല്ല കോളേജിലാണ്, അവരാനെ കണ്ടാലും ഞാൻ കോപ്പി അടിക്കുന്നുണ്ടെന്നൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞത്. അതൊരു പോയിന്റ് ആണ്. ഞാൻ അതുകൊണ്ട് ഞാൻ കോപ്പി അടിക്കാറില്ല. ഇല്ല, സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഓബിയസ്ലി കാണിച്ചു കാണിക്കാൻ വേണ്ടി ചോദിക്കുക. ബയോമാക്സ് സ്റ്റുഡൻസ്, അതാണ് കോമേഴ്സ് സ്റ്റുഡൻസ്. അതൊക്കെ ഒരു ഡിസ്റ്റിങ്ഷൻ ആണോ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എഴുതി വാങ്ങലുണ്ട്. ഓ, എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് സ്കൂളായതുകൊണ്ട് പിടിച്ചാൽ കഴിഞ്ഞു. പക്ഷെ എനിക്ക് പേടിയാണ് ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ പേടിയാണ്. ഇതിനെയൊക്കെ പറ്റി പറയുമ്പോൾ എന്തോ ഒരു കോൺസിക്വൻസ് ഉള്ള പോലെയാണ്. കാരണം അത്രയും നമ്മൾ ഭയങ്കര പേടിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. അത് കുഴപ്പമില്ല, ഇപ്പൊ അവരാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് എന്നാലും ഒരു പേടി, നമ്മളെ പറ്റി ഒരു ഇംപ്രഷൻ ഉള്ളത്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, ടീച്ചേഴ്സ് ഒക്കെ ഒരുവിധം എന്റെ സ്വഭാവം അറിയാം. കുഴപ്പമൊന്നുമില്ല. ടീച്ചേഴ്സ് നമ്മൾ ക്ലാസ്സിൽ ആക്ച്വലി 11th പഠിക്കുമ്പോൾ ആരൊരു മറ്റേ ഒരു പാമ്പിനെ കൊണ്ടുവന്നു. മറ്റേ ഈ വുഡിന്റെ ഒരു പാമ്പില്ലേ, ഇങ്ങനെ ശരിക്കും പാമ്പ് പോലെ കിടക്കും, അതിന് ദൂരത്തു നിന്നും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ അതെടുത്ത് ആരോ കൊണ്ടുവന്നതാണ്, സെക്കൻഡ് ബെഞ്ചിലങ്ങ് ആയിരിക്കണം, ആരോ കൊണ്ടുവന്ന. അപ്പൊ നമ്മൾ ലാസ്റ്റ് ബെഞ്ചിലായിരിക്കണം. അപ്പൊ നമ്മളുടെ അടുത്തേക്ക് അത് ആ പാമ്പിനെ എറിഞ്ഞ്. അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ ആരാണെങ്കിൽ ഒന്ന് പേടിച്ചു വരാം. അപ്പൊ എല്ലാവരും കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഒരു മാം വന്നിട്ട് ആദ്യം തന്നെ ഞാനിരിക്കുന്ന ബെഞ്ചിലേക്കാണ് വീണത്. അപ്പോ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോഴും ദേവിക യു ഡിഡ് ദിസ് നോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്റെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ജനറലി കോപ്പി കഴിയുമ്പോൾ വഴക്ക് പറയുന്നതിനേക്കാളും കൂടുതൽ അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ അറിയാവുന്നത് എഴുതുക, അല്ലെങ്കിൽ അത് പിന്നെ പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇതാ വഴക്ക് പറഞ്ഞ് പ്രശ്നമാക്കുന്നതിനൊക്കെ കൂടുതൽ. ഭയങ്കര സീരിയസ് എക്സാമിനൊക്കെ കോപ്പി അടിച്ചാൽ ഡെഫിനറ്റ്ലി പ്രശ്നമാക്കും. പക്ഷെ കൂടുതൽ അവര് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും. വഴക്ക് പറഞ്ഞ് നമ്മൾ ഇത് ചെയ്യുന്നതിന് പകരം കോപ്പി അടിക്കേണ്ട കാര്യമില്ല, അത് കുഴപ്പമില്ല, ഇതിൽ മാർക്ക് പറഞ്ഞ അപ്പൊ അടുത്തേലും നിങ്ങൾ ചെയ്യാൻ നോക്കുക, അപ്പൊ നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കുക എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല, പേരൻസിനെ വിളിപ്പിക്കുക അങ്ങനത്തെ പ്രശ്നമായനെ. എപ്പോഴെങ്കിലും അങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ടോ പേരൻസിനെയൊക്കെ?
ഇല്ല എനിക്ക് അങ്ങനെ പറ്റില്ല. ഓ എന്റെ പേരൻസ് ഒരുപാട് തവണ സ്കൂളിൽ വരുന്നുണ്ട്. എന്തിനാണ് വന്നേ? എന്തെങ്കിലൊക്കെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോ എന്തെങ്കിലൊക്കെ എന്തായിരുന്നു ഈ എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞാ മതി. അങ്ങനെ ക്ലാസ് കട്ട് ചെയ്യുക, അതിന് പോവാ ഇതിന് പോവാ, അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ക്ലാസ്സിൽ തന്നെ കാണാത്തതുകൊണ്ട് പേരൻസ് വരാറുണ്ട്. പിന്നെ അതുകൊണ്ട് സ്കൂളിൽ പോയാലും ക്ലാസ്സിലിരിക്കുമല്ലോ, ഒരു പരിപാടി അടുത്ത പരിപാടി അടുത്ത പരിപാടി. എന്താ ഒന്ന് ഒരു എങ്ങനായിരുന്നു സ്കൂളിലെ? അല്ല, ക്ലാസ്സിലിരിക്കാൻ ഉള്ള മടി കൊണ്ട് എല്ലായിടത്തും പോയി. നമ്മൾ ആദ്യത്തെ ഷൂട്ടിന് പോയ അതെ, എന്ത് ഇവന്റ് ആണെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി. ആക്ച്വലി ഇപ്പോഴും എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഗ്രൂപ്പ്സ് ആണത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള നമ്മളായിരുന്നു എല്ലാ സ്കൂളിലത്തെ എല്ലാ ഇവന്റിനും എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾക്കും ഒരു താല്പര്യം. ടീച്ചേഴ്സ് പിന്നെ ഇവർ പണിയെടുക്കുന്നുള്ളത് കൊണ്ട് അവർക്കും തരാനൊരു താല്പര്യം. അപ്പോൾ നല്ലതായിരുന്നു. അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസാണ് സ്കൂളിൽ. ആ മെമ്മറീസ് ആണ് ആക്ച്വലി ക്ലാസ്സിലിരിക്കുന്നതിനെക്കാട്ടും പഠിക്കുന്നതിനെക്കാട്ടും ഓബ്വിയസ്ലി എപ്പോഴും ചുറ്റുമുള്ള ആൾക്കാരും അവർ നമുക്ക് തരുന്ന എക്സ്പീരിയൻസസ് അതിൽ കൂടെ ഷേപ്പ് ചെയ്യുന്നതാണല്ലോ നമ്മൾ അവസാനം ഓർത്തിരിക്കുന്നത്. ഇത്രയും ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. ആൻഡ് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? എല്ലാവരും പടം കാണണം, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഹ്യൂമൻ കണക്ഷൻസ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹ്യൂമൻ കണക്ഷൻസിനെ പറ്റി പറയുന്ന ഒരു പടമാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും കണക്ട് ആവുന്നുള്ള അതിന് കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പടം കാണണം, തിയേറ്ററിൽ തന്നെ കാണണം, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.